തായ്ക്കിങ് ചിക്കൂലേ വലുതല്ലേ? അതൊരു നല്ലൊരു ഐറ്റമാണ് തായ്ക്കിങ് ചിക്കു. അപ്പോൾ അത് ബനാന വെച്ച് റേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇതിലും അതേപോലെ ഫ്രൂട്ടായ ഒരുപാട് പ്ലാന്റ്സ് അവിടെ ഉണ്ട്. ഇത് മെക്സിക്കൻ റെഡ് എന്ന് പറയുന്ന ഡ്രാഗണാണത്. ഇത് കുറച്ച് വലിയ പ്ലാന്റ്സ് ആണ്, പക്ഷേ ഇതിൻ്റെ ചെറുതും ഉണ്ട്. ചെറുത് നമുക്ക് അത് അവൈലബിൾ ആണ്. ഇത് KG10. അതെ KG10 ഞാമോ. ഇത് കുറച്ച് വലിയ ഞാവലായിട്ടാണ് വരിക. സാധാരണ ഞാമലിനെ ഡിപ്പെൻഡ് ചെയ്ത് വെച്ച് കുറച്ച് വലിയ സൈസായിട്ടാണ് ഇത് ഉണ്ടാകുക. സ്വീറ്റ് ലൂബി അതിൻ്റെ ഫ്ലവർ. സ്വീറ്റ് ലൂബിയിൽ ഒരു 3-4 ടൈപ്പ് വരുന്നുണ്ട്. ഇത് ശരിക്കും വലിയ കായ വരുന്നതാണ്. ഇത് വലിയ കായ വരുന്നത്. ഇതിൽ കണ്ടോ, ഇത് ഓൾറെഡി ഇതിൽ കായെല്ലാം ആയതാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് അവിടെ ഇരിപ്പുണ്ട്. റെഡ് ഡയമണ്ട് തന്നെ ഇതിലുണ്ട്. എല്ലാം ഒരു 90% ഇതിൽ ഫ്രൂട്ട് ഉള്ളത് തന്നെയാണ്. ഇത് കായ ആയത് തന്നെയാണ്. ഇതിൽ നമുക്കൊരു 2000 മുകളിൽ സ്റ്റോക്ക് ഉണ്ട് ഈ റെഡ് ഡയമണ്ട് മാത്രം. പിന്നെ ഇവിടെയൊക്കെ മൊത്തം പുകയനില്ല സണ്ടാ. ഇതിങ്ങനെ ആയി വരണുള്ളൂ. ഇതിലൊക്കെ ആയി വരുന്നുള്ളൂ. പൂന വൈറ്റ്, പിന്നെ ഇവിടെ ഡോക്ടർ റാവു റെഡ് വൈറ്റ്. ഇതിപ്പോൾ റെഡി ടു സെയിലാണോ, കൊടുക്കാനുള്ളതാണ്? ഇതിൽ ഫ്ലവർ ആയിട്ടില്ല, ഫ്ലവർ ആയി വരുന്നു. ഫ്ലവർ ആയി കഴിഞ്ഞാൽ സെയിലോട്ട്. ഇത് 7 ഇഞ്ച് പോട്ട് അല്ലേ? അതെ, ഇത് 7 ഇഞ്ച് പോട്ട്. 9 പോളി ഹൗസാണ് ഉള്ളത് ഇവിടെ മുകളിലായിട്ട്. ഇതിലാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. എല്ലാത്തിലും പുകയനില്ല തന്നെ? അതിലെല്ലാം ബോഗൻവില്ല തന്നെ. ബനാന ചിക്കു ഇതിൽ കണ്ടോ, ഇതിൽ ഓൾറെഡി ഇപ്പോൾ ഫ്രൂട്ടായ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇത് തന്നെ ഉണ്ട്. പിന്നെ ചിക്കുവിൽ തന്നെ വേറെ 2 ഐറ്റം ഉണ്ട്. ഇതിലൊക്കെ നിറയെ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ്. അതെ അതെ അതെ. ഇതിൽ കാണില്ല ഇപ്പോൾ നഴ്സറിക്കാർ ഉദ്ദേശിച്ചിട്ടുള്ള. ഇത് ഇവിടെ നിന്ന് വന്ന് ഇപ്പോൾ നഴ്സറി ടീംസിന് ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ട് പോകാം. അവർക്കത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. കണ്ടില്ലേ, ജസ്റ്റ് ഇപ്പോൾ ഇത് കൊണ്ടായാലും ഇതിൽ നിങ്ങൾക്കൊരു 99% ഒന്നും ഡാമേജ് വരത്തില്ല. സാധാരണ ഇതിലൊരു പ്രശ്നം അതാണല്ലോ, നമ്മൾ എടുത്തിട്ട് പോകും, കുറച്ച് കിട്ടും, കുറച്ച് പോകും, അങ്ങനെ ഒരു വിഷയത്തിൽ. ഇതിൽ അത്രയും നമ്മൾ ഇതിൻ്റെ മോർട്ടാലിറ്റി എല്ലാം ഒഴിവായി അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇത് കണ്ടില്ല, ഇതിലൊക്കെ നമ്മൾ ഇത് മിയസാക്കി ഇത് കണ്ട് ഇതിവിടെ സംഭവമുണ്ട്. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇപ്പോൾ പുതിയ ലീവ്സ് ആണ് ഇതിന് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബുഷായിട്ടുള്ളത് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് ഇവര്. നമ്മളത് വെറുതെ ഹൈറ്റ് മാത്രം ഉദ്ദേശമല്ല, കട്ട് ചെയ്ത് നല്ല ബ്രാഞ്ചസ് ആക്കിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഏകദേശം ഒരു 350 ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഇത്രയും ഇതിൽ നമുക്കൊരു 100% മോർട്ടാലിറ്റി വരില്ല. ഇത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് കിട്ടും. ആണെങ്കിലും ഇങ്ങനെ ആയാലും. ഇത് റെഡ് ഡയമണ്ട് ആയിക്കൊണ്ടിരിക്കുള്ളൂ. ഇതേതാ? വൈറ്റ് ഡയമണ്ട്. അത് വൈറ്റ് ഡയമണ്ട്. എവിടെ തൊട്ട്? അത് അവിടെ നിന്ന് അങ്ങോട്ട് ഇത് ഫുള്ള് വൈറ്റ് ഡയമണ്ടാ. ഇതെല്ലാം ഇതുണ്ടല്ലോ അല്ലേ, ഫ്ലവർ ഉണ്ടല്ലോ. പെട്ടെന്ന് കായ്ക്കോ അത്? ഇതിൽ ഓൾറെഡി കായ ആയതാണല്ലോ. ഇത് കാണുന്നില്ല, ഇതെല്ലാം കായ ആയത് തന്നെയാണ്. ഇതിലെല്ലാം കായ് ഉള്ളത് തന്നെയാണ്. ഇതിനും കുരു ഇല്ല അല്ലേ? കുരു വളരെ കുറവാണ്. കുരു ഉണ്ടാന്ന് ചോദിച്ചുണ്ട്, പക്ഷെ അത് വളരെ കുറവാണ്. ഇത് റെഡ് ഡയമണ്ട്. റെഡ് ഡയമണ്ട് ഉണ്ട്. ഇതിലും അതേപോലെ തന്നെയാണ്, കായ ആയത് തന്നെയാണ്. ഇപ്പോൾ ഗുവയുടെ ഐറ്റംസ് എല്ലാം ഇതിലിപ്പോൾ ഫ്രൂട്ട് നമുക്ക് കൊണ്ടുപോയി വെച്ചാൽ ഒരു 2 മാസത്തിൽ കായ എടുക്കുക. അതൊക്കെ വിയറ്റ്നാമോ ആയിരിക്കണം? അതെ അതെ, അത് വിയറ്റ്നാം. പിന്നെ ഇവിടെ നോക്കിയത് നമുക്കിവിടെ ഇപ്പോൾ ചിക്കൂടെ തന്നെ തായ്ക്കിങ് ചിക്കൂലേ അതൊരു നല്ലൊരു ഐറ്റമാണ് തായ്ക്കിങ് ചിക്കു. അപ്പോൾ അത് ബനാന വെച്ച് റേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇതിലും അതേപോലെ ഫ്രൂട്ടായ ഒരുപാട് പ്ലാന്റ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അതെ അതെ, നല്ല വലിപ്പം വരുന്നല്ലേ? അതെ. ഇപ്പോൾ നഴ്സറി ടീംസ് ഇവിടെ വരികയാണെങ്കിൽ അവർക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് പോവാം. നോക്കി കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ബുഷുള്ള കാര്യങ്ങളൊക്കെ നോക്കിയെടുത്ത് അങ്ങനെ എടുത്തിട്ട്. അത് റംബൂട്ടാനായിരിക്കുന്നത്? അതെ, അത് റംബൂട്ടാൻ N18. നമ്മുടെ ഡ്രാഗൺ ഉണ്ടല്ലോ, അത് ഏതാ വെറൈറ്റി ഡ്രാഗൺ? അത് ഇത് മെക്സിക്കൻ റെഡ് എന്ന് പറയുന്ന ഡ്രാഗണാണത്. ഇത് കുറച്ച് വലിയ പ്ലാന്റ്സ് ആണ്, പക്ഷേ ഇതിൻ്റെ ചെറുതും ഉണ്ട്. ചെറുത് നമുക്ക് അത് അവൈലബിൾ ആണ്. ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്ന തന്നെയാണ്. ഇതെല്ലാം ഓൾറെഡി ഇപ്പോൾ ഇതിലൊരു 1000 മുകളിൽ ഇതിൻ്റെ പീസസ് ഉണ്ട് നമ്മുടെ. ഇതൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒറ്റ ഷൂട്ടല്ല കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഒരു ഷൂട്ട് ഉണ്ടാവുള്ളൂ, പക്ഷേ ഇതിന് മൾട്ടിപ്പിൾ ബ്രാഞ്ച് വന്നിട്ടുള്ള ഡ്രാഗണിൻ്റെ ചെടികളാണ്. അതെ അതെ. സാധാരണ ഇത് കട്ട് ചെയ്ത് പുതിയ കവറിലാക്കി പ്രൊഡക്ഷൻ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കസ്റ്റമേഴ്സിന് കിട്ടണമെന്നാണ് ആഗ്രഹം. കാരണം ഇത് നോക്കുമ്പോൾ എടുക്കുന്നവർക്ക് സാറ്റിസ്ഫിക്കേഷൻ ആണല്ലോ. വെറുതെ ഒരു ചെറിയൊരു കമ്പ് കൊടുക്കുന്നതിന് പകരം. കാരണം ഇതെല്ലാം ഇപ്പോൾ റെഡിയാണ്. നമുക്ക് കണ്ടില്ല, ഇത്രയും വലിയൊരു ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത്രയും വലിയൊരു തൈ അതിൽ നോക്കിയേ, ഇങ്ങനെയുള്ളൊരു തൈ. അത് അടിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കും. പിന്നെ ഇത് എല്ലാം നമ്മുടെ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമല്ല, എല്ലാ പ്ലാന്റ്സും നമ്മൾ അതേപോലെ കെയർ ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. സീഡ്ലെസ് ലെമൺ. അതെ, ഇത് സീഡ്ലെസ് ലെമൺ. സീഡ്ലെസ് ലെമണിൽ ശരിക്കും കുരു ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള. ഇതൊക്കെ ഏകദേശം എത്ര വരുന്നുണ്ട് റേറ്റ്? ഇത് നമുക്കൊരു 60 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് ഹോൾസെയിൽ. ഇത് ഒരു പൈസ അങ്ങനെയായിട്ട് കൊടുക്കാനല്ല പ്രൈസ്, പക്ഷേ ഒരു ഹോൾസെയിൽ ഒരു നഴ്സറി ടീംസിനൊക്കെ കൊടുക്കാനായിട്ട് 60 രൂപയ്ക്കൊക്കെ അങ്ങനെ കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് വിയറ്റ്നാം മാൾട്ട. ഇത് വിയറ്റ്നാം മാൾട്ട. അതിൻ്റെ തന്നെ വിയറ്റ്നാം മാൾട്ടിൻ്റെ നമുക്ക് നിറയെ സ്റ്റോക്ക് ഉണ്ട്. കണ്ടോ, വിയറ്റ്നാം മാൾട്ട. പിന്നെ അവിടെ സീഡ്ലെസ് ലെമൺ, അതെല്ലാം അതിൻ്റെ തന്നെയാണ്. പിന്നെ ഇത് എവിടെ വരുന്നുണ്ട് വിയറ്റ്നാം മാൾട്ട. ഇത് അതന്നെ. അതെ അതെ, ഇത് കുറച്ച് വലിയ പ്ലാന്റാണ് വിയറ്റ്നാം മാൾട്ടയുടെ.
ഇത് സ്റ്റാർ ഫ്രൂട്ട്. ഇത് ജമൈക്കനാണോ മറ്റേ മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ്? അതെ അതെ, അതിനിപ്പോൾ കൂടുതൽ വരുന്നത്. അത് സീതപ്പഴം അല്ലേ? കസ്റ്റേർഡ് ആപ്പിൾ. ഇതും പിന്നെ അതെന്തായിരിക്കുന്നത്? അത് ചെറിയ സ്റ്റിക്കർ നോട്ട്. അതെ അതെ, സ്വീറ്റ് കറന്ത. പിന്നെ അതും സ്റ്റാർ ഫ്രൂട്ട് തന്നെയാണ്. സ്വീറ്റ് കാരംബോള. അതെ അതെ. ഇത് പിന്നെ മിയാസാക്കിയുടെ വേറെ കുറച്ച് പ്ലാന്റ്സ് ആണ്, അത്ര ആയിട്ടില്ല. അതിൻ്റെ തൊട്ട് താഴെയുള്ളൊരു പ്ലാന്റ്സ് ആണ്. മിയാസാക്കി നമുക്ക് എത്ര റേറ്റ് വരുന്നുണ്ട്? മിയാസാക്കി നമുക്ക് ഏകദേശം പറയില്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരു 350-400 അതിൻ്റെ പ്ലാന്റ്സിൻ്റെ സൈസിനനുസരിച്ച്. കാരണം കുറച്ച് വലുതാണെങ്കിൽ ഒരു 400 വരും. പിന്നെ അതിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്നത് നമുക്കൊരു 350 ആ ഒരു റേഞ്ചിലേക്ക് കൊടുക്കാം. പിന്നെ ഇത് കിങ് ഓഫ് ചക്കപ്പാത്ത്. ഇതുണ്ട്, ഇത് വേറെ നമ്മുടെ കാലാപ്പാത്തി ചിക്കു. ഇതിൽ വേറെ കുറച്ച് ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് ഉണ്ട് കായായത്. ചിക്കു ഓൾറെഡി ഒരു പ്ലാന്റിൽ തന്നെ ഒരു 4-5 കായുള്ള ചിക്കു ഉണ്ട്. അതെ, ഈ ചിക്കുവൊക്കെ നമുക്ക് ഒരു 100 രൂപയ്ക്ക് കൊടുക്കാം ഹോൾസെയിലായിട്ട്. ഇത് നഴ്സറി ആൾക്കാർക്ക് കായുണ്ട്, ഇതിൽ നമുക്ക് തിരഞ്ഞു കഴിഞ്ഞാൽ കായ് കിട്ടും. പക്ഷെ ഫുള്ള് കായുള്ള കുറച്ച് വലിയ പ്ലാന്റ്സും വേറെ ഉണ്ടെന്നോ ആൾക്കാർ ആദ്യം എടുത്തിട്ടുണ്ടാവില്ല. അതെ അതെ അതെ, കായുള്ളത് ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് വരുന്ന സമയത്ത് അവർ കാണുമ്പോൾ കായുള്ളത് ആദ്യം എടുത്തിട്ട് പോവുക. ഇത് വൈറ്റ് ഞാവൽ. ഇത് നമ്മുടെ ജാമുൻ ഞാവല്ലേ, വെള്ള ഞാവൽ. അതെ അതെ, വൈറ്റ് ജാമുൻ. അതിനാണ് സംഭവം. ഇത് 6-7 മാസം കൊണ്ട് കായ്ക്കുന്നതാണ്. ഇതൊരു 150 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ബനാന മാംഗോ, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണത്. ഇതിനും അതേപോലെ തന്നെ ഇതേതാ ഈ മാവ്? ഇതും ബനാന മാംഗോ ആണ്. ഇതിൻ്റെ ഒരു ഇത് ബനാന മാംഗോ ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും നമ്മളൊരു 1500-2000 പ്ലാന്റ്സ് വെച്ച് സ്റ്റോക്ക് ഉണ്ടാവും. അതെ, അപ്പോൾ ഒരു പിന്നെ അവിടെ വരുന്നത് ലിച്ചി അങ്ങോട്ടുള്ളത്. ലിച്ചി. അപ്പോൾ ഈ ബനാന മാംഗോ ഇതിൻ്റെയൊക്കെ ഒരു പ്രൈസ് ഏകദേശം നമുക്കൊരു 200-250 ആ റേഞ്ചിലൊക്കെ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക്. ഇത് ഹോൾസെയിൽ ആണെങ്കിൽ പിന്നെ കുറയില്ലേ? ഹോൾസെയിലിൻ്റെ പ്രൈസ് 200 അങ്ങനെയൊക്കെ വരും. പിന്നെ അതൊന്ന് കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റും. അത് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. അതെ അതെ, ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. ഇത് KG10. അതെ അതെ, KG10 ഞാമോ. ഇത് കുറച്ച് വലിയ ഞാവലായിട്ടാണ് വരിക. സാധാരണ ഞാമലിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് വലിയ സൈസായിട്ടാണ് ഇത് ഉണ്ടാകുക. ഇതൊക്കെയാണ് അവിടുത്തെ പരിപാടി. ഇത് നമ്മുടെ ചൈനാത്രി ലിച്ചി. ചൈനാത്രി ലിച്ചി അപ്പോൾ കുറേ ടൈപ്പ് വരുന്നുണ്ടോ? ലിച്ചി ഒരു ഉണ്ട്, 4 ടൈപ്പ് ഉണ്ട്. ഈ മാവ് ഇത് നമ്മുടെ ചിക്കു, കാലാപ്പാത്തി ചിക്കു. ഇത് ഇത് കിങ് ഓഫ് ചക്കപ്പാത്ത് മാംഗോ. ഓക്കെ. ഉഗ്രം മാങ്ങ ഉണ്ടോ? ഞാൻ കഴിച്ചുള്ള മാങ്ങയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു. ഇത് ഏകദേശം 2.5 കിലോ ഒക്കെ തൂക്കം വരും. വലിയ മാവ് വരും. പിന്നെ ഇതിനെ കണ്ടില്ല, ഇതിൻ്റെ നമ്മുടെ ഗ്രാഫ്റ്റിൻ്റെ ഒക്കെ സൈസ് നോക്കുകയാണെങ്കിൽ കണ്ടില്ല, ഗ്രാഫ്റ്റ് എല്ലാം നമുക്കിത് നല്ല പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. അതെ, ഇതിലൊന്നും നമുക്ക് ഗ്രാഫ്റ്റ് പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നല്ല ഹെൽത്തി ആയിട്ടുള്ള. ഇത് മാത്രമല്ല എല്ലാം ഇവിടെ ശരിക്കും നഴ്സറിയിൽ നിന്ന് വന്ന് ഇവിടെ തിരഞ്ഞെടുത്ത് പോയാൽ മതി. അത്രയും നമുക്ക് കൺഫേം ആക്കി ഒരു ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് ഇവിടെ നിന്ന് ചെടി എടുത്തിട്ട് പോവാം. ഇത് ബബ്ലൂസ്, ഓൾ ടൈം ബബ്ലൂസ് ആണ്. അതെ, ഓൾ ടൈം ബബ്ലൂസ്. ഈ ബബ്ലൂസ് തന്നെ ഓൾ ടൈം. ഇവിടെ കുറച്ച് സാധനങ്ങൾ. അത് ചാമ്പ. അത് ചാമ്പ. ഇത് നമ്മുടെ മറ്റേ പുളിയില്ലേ, സീറ്റുംലി, മധുരപ്പുളി. അതിന്റെ റെഡ് ആണ്, ഉള്ളിൽ റെഡ്. അതെ അതെ, ഉള്ളിൽ അതിനകത്ത് റെഡാണ് വരിക. സീറ്റുംലി. പിന്നെ ഇത് വിയറ്റ്നാം മാൾട്ടയുടെ പ്ലാന്റ്സ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ ഗാർഡൻ്റെ പകുതിയിലാണ് നിൽക്കണം അല്ലേ? സെൻറ്റർ ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കണത്. അതെ അതെ. പല സ്ഥലത്തും ഞാൻ മാവുകൾ കണ്ടുള്ളത് ഇങ്ങനെ കോലുമായിട്ടുള്ള മാവുകളാണ്. ഇത് ഇവർ ചെയ്തേക്കണത് പ്രൂൺ ചെയ്തിട്ട്. ഇത് നമ്മൾ കൊണ്ടുവന്ന സമയം മുതലേ നമ്മളിത്, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയം മുതലേ ഇത് പ്രൂണൊന്നും ചെയ്യാതെ വരികയാണെങ്കിൽ ഇതേപോലെ കോല് പോലെ വരും. പക്ഷെ അങ്ങനെ വരുന്നതിൽ കാര്യമില്ല. ഇതേപോലെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ ബുഷായിട്ട് വരണമെങ്കിൽ ഇതുപോലെ ഇത് വരണം. ഇത് നമ്മളിവിടെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തുകൊണ്ട് അങ്ങനെ ആയത് ബ്രാഞ്ചസ് വരുന്നത്. അതല്ലെങ്കിൽ ഇത് മുകളിലോട്ട് തന്നെ പോയി പോകും. ഇത് ആണ് മിക്കവാറും സ്ഥലത്തേക്ക് കാട്ടിമൂണൊക്കെ ഇങ്ങനെ കോലുമാരി പോകണം. അതെ അതെ. നമുക്ക് ഇത് കുറച്ച് ഹെലിക്കോണി നമ്മൾ വേറൊരു സ്ഥലത്ത് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. കുറച്ച് അപ്പുറം നമുക്കൊരു ലാൻഡ് ഉണ്ട്, അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഹെലിക്കോണിയ. പിന്നെ മണ്ണൂത്തിലെ കറക്റ്റ് സ്ഥലം എവിടെ ഒന്ന് പറഞ്ഞു കൊടുത്തത്? മണ്ണൂത്തിൽ നമ്മുടെ CMS സ്കൂൾ ചേർച്ചില്ലേ, അതിന് തൊട്ടടുത്തായിട്ട് MM പ്ലാന്റ്സ് എന്ന് പറഞ്ഞൊരു നഴ്സറി ഉണ്ട്. അവിടെ നിന്ന് മണ്ണൂത്തിൽ നമ്മൾ പാലക്കാട് ഹൈവേയിലോട്ട് കയറുന്ന ആ ബൈപ്പാസ് റോഡ്. അപ്പോൾ നമ്മളിവിടെ കാണിച്ച എല്ലാ ചെടികളും അവിടെ, എല്ലാ ചെടികളുടെയും ഒരു ചെറിയ സ്റ്റോക്ക് അവിടെ ഉണ്ടാവും. കാരണം ഇവിടെ ഒരു 1000-2000 ഓരോ പ്ലാന്റ്സ് ഉണ്ടെങ്കിലും അവിടെ ഒരു 50-100 എല്ലാ ചെടികളും അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു റീറ്റെയിലോ അല്ലെങ്കിൽ ചെറിയ നഴ്സറികളൊക്കെ അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഇവിടെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഇതേപോലെ വിശാലമായി കണ്ട് നമുക്ക് ഏതാണ് ഇപ്പോൾ ഈ ഇത്രയും ചെടികൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു നഴ്സറി ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ നല്ല അല്ലേ ഹെൽത്തി ആയിട്ടുള്ള ഇപ്പോൾ ഫ്രൂട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും പിക്ക് ചെയ്യുക. ആരും ഒരു ചെടി ഫ്രൂട്ട് ഇല്ലാത്ത എടുക്കത്തില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ വരികയാണെങ്കിൽ നഴ്സറിക്ക് ബെറ്റർ ആയിരിക്കും. ഇത് ബുഷ് ഓറഞ്ച് അല്ലേ? അതെ അതെ, ബുഷ് ഓറഞ്ച്. ഇത് ബുഷ് ഓറഞ്ച്. ഇത് നമ്മുടെ ടേബിൾ കമ്പനി എന്ന് പറഞ്ഞൊരു
ഇതൊരു ഓക്കെ ഓക്കെ ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. അകത്തൊക്കെ അതൊക്കെ പറ്റുമോ? പറ്റും പറ്റും. ഇത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്. ഇതിൻ്റെ ചെറിയ തൈകൾ അവൈലബിൾ ആണ്. മിറാക്കിൾ ഫ്രൂട്ട്. ഇതിൽ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് പോയി. പിള്ളേർ ഇവർക്ക് ഈ സാധനം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറില്ലേ. അപ്പോൾ ഇനി ഇത് അവിടെ കുറച്ച് വലിയ പ്ലാവിൻ്റെ ഉണ്ടല്ലോ. അതെ അതെ, പ്ലാവുണ്ട്. അതേതാ വിയറ്റ്നാം? അത് അതെ വിയറ്റ്നാം വിയറ്റ്നാം വെള്ളി. ഇത് അത്യാവശ്യം കരുത്തുള്ള പ്ലാന്റ്സ് ആണ്. ഇത് പ്രൂൺ ചെയ്യുന്നുണ്ടല്ലേ? നല്ല ഇത് നല്ല നമ്മൾ നല്ല ഹെൽത്തി ആക്കി വെച്ചിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ഉണ്ടല്ലേ? അത്രയും ഇതൊരു 3-4 വട്ടം നമ്മൾ പ്രൂൺ ചെയ്ത് അങ്ങനെ നല്ല ബുഷാക്കി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റെമ്മിൽ വെറുതെ കുറച്ച് ഇലകളുള്ളൊരു സംഭവമല്ല. ഈ പ്ലാന്റ് കണ്ടാൽ അറിയാം അത്ര ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതേപോലെ തന്നെയാണ് എല്ലാം അവിടെ വിയറ്റ്നാം വെള്ളിയാണ്. ഈ ഒരു ഏരിയ വിയറ്റ്നാം വെള്ളിയാണ്. പിന്നെ ഇത് നമ്മുടെ മല്ലിക മാംഗോ ആണ്. മല്ലിക ഇത് നമുക്ക് ഹോൾസെയിലായിട്ടൊരു 100 രൂപയ്ക്ക് കൊടുക്കുക. അതെ. അപ്പോൾ മല്ലിക ഉണ്ട്. പിന്നെ അതിൽ വേറൊരു ഇത് മുസണ്ട. അതെ അതെ. ഇത് നമ്മുടെ ലൂബി, സ്വീറ്റ് ലൂബി. അതിന്റെ ഫ്ലവർ സ്വീറ്റ് ലൂബിയിൽ ഒരു 3-4 ടൈപ്പ് വരുന്നുണ്ട്. ഇത് ശരിക്കും വലിയ കായ വരുന്നതാണ്. ഇത് വലിയ കായ വരുന്നത്. ഇതിൽ കണ്ടോ, ഇത് ഓൾറെഡി ഇതിൽ കായെല്ലാം ആയതാണ്. ഇതിന്റെ ചെറിയ പ്ലാന്റ്സ് അവിടെ ഇരിപ്പുണ്ട്. ചെറിയ പ്ലാന്റ്സ് ഇതിൻ്റെ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, ഇത് അമ്പഴം. ഇതെല്ലാം സ്വീറ്റ് അമ്പഴമില്ലേ? ഇതിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഇതൊരു സ്വീറ്റ് അമ്പഴം. കായ ആയതുണ്ട്. ഇത് കണ്ടില്ലേ, കായ ഉണ്ടോ? ഇതിൽ കായ ഉണ്ട്. ഇത് അവിടെ നോക്കി. ഇതിലൊക്കെ നമ്മുടെ പൂവായി കായതാ. പിന്നെ അവിടെ ഇതിലൊക്കെ പൂവായതുണ്ടോ? വിയറ്റ്നാം ഇതെല്ലാത്തുമ്മേ കായ ഉണ്ടല്ലോ വിയറ്റ്നാമിന്റെ. ഇതേതാ ചാമ്പത്? ഡൽഹരി. ഡൽഹരി അത്യാവശ്യം നല്ലൊരു ചാമ്പയാണ്. അതെ അതെ, ഡൽഹരി നല്ല മൂവ്മെന്റ് ഉള്ള ചാമ്പയാണ്. അതിൻ്റെ ഒക്കെ ഹോൾസെയിൽ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ തൈകളുണ്ട്. അതെ അതെ, ഒരുപാടുണ്ട്. ഇതിന്റെ സ്റ്റോക്ക് ഒരുപാടുണ്ട്. ഇത് സ്ട്രോബെറി പേരെ. ഇത് സ്ട്രോബെറി പേര. ഇത് സ്വീറ്റ് ലൂബിയുടെ കുറച്ച് ചെറിയ തയ്യാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ എയർ ഗ്രാഫ്റ്റിംഗ്. ഓക്കെ ഓക്കെ. ഇതൊരു 350-400 ആ റേഞ്ചിലൊക്കെ വരുന്ന. ഇത് ചാമ്പല്ലേ? അതെ ഇതൊക്കെ ചാമ്പയോ. ഇത് വിയറ്റ്നാമിൻ്റെത് ഈ ചെറുത്? അല്ലല്ല, ഇത് കംബോഡിയൻ ചാക്കല്ലേ? അതെ അതെ, അത് AVR. ഒരെണ്ണം എടുത്ത മോനെ. ഇത് ഒരു ചെടി ഇത്. ഓക്കെ. പിന്നെ അത് AVRക്ക്. ഓക്കെ. ആയിരിക്കണതാ ആ സൈഡിൽ? അത് J33. ഇത് വിയറ്റ്നാം വെള്ളി. ഓ, സൈഡ് ഇവിടെ ഒക്കെ ഇനിയും പ്ലാവ് തന്നെയുണ്ടോ അവിടെ? ഇത് മൊത്തം പ്ലാവ് തന്നെ. വിയറ്റ്നാം ഒക്കെ ഉള്ളേ? ഇത് 3 ഐറ്റം 4 ഐറ്റം ഇങ്ങനെ മിക്സ് ആയിട്ട് തന്നെ ഉള്ളത്. ഓക്കെ ഓക്കെ. ഇതേതാണെന്ന് പറഞ്ഞേ? വിയറ്റ്നാം. ഇത് നമ്മുടെ ഇവിടെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത അൽഫോൺസ് മാവില്ലേ, അതിൻ്റെ കുറച്ച് ബാലൻസ് ഉള്ളത്. ഇത് വേറെ ചെയ്ത് അവിടെ ഉണ്ട്. അത് നമ്മുടെ സിന്ദൂരം, ആപ്പിൾ റുമാനിയ. ഇത് ആപ്പിൾ റുമാനിയ, ഒരു ആപ്പിൾ പോലെ വരുന്ന. മനസ്സിലായി. ഒരു നല്ല ഡിമാൻഡ് ഉള്ളതാണ്. ഇതുണ്ട് നമ്മൾ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തതാണ്, പക്ഷേ ഇതിലിപ്പോൾ തന്നെ ഇത് പൂവായി. അപ്പോൾ നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ. ഇത് കണ്ടില്ലേ, ചെമ്മും. ഇതൊരു നല്ല ഒരു ഭയങ്കര നെല്ലിമരല്ലേ ഇത്? ഇത് ഒരു കാഴ്ച സാധാ നെല്ലിയാണെന്നോണല്ലേ? അതെ അതെ, ഇത് നോർമൽ നെല്ലി. അപ്പുറമുണ്ട് വേറെ കാച്ചത്. ഇനി ഇതൊക്കെ വിയറ്റ്നാം വരില്ലേ അല്ലേ? അതെ. J33 ഉണ്ട്. ഇത് J33. അത് ഡെങ്സൂര്യ. ഓക്കെ ഓക്കെ. ഇത് ഡെങ്സൂര്യ, ഇത് J33. അതെ അതെ. സുവർണരേഖ, ഹിമാവ്, സുവർണരേഖ. ഓക്കെ ഓക്കെ. ഇതിൻ്റെയൊക്കെ നല്ലൊരു സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. സുവർണരേഖ അത്യാവശ്യം ഹൈറ്റുള്ള ചെടികളാണ്. അതെ അതെ, നല്ല സൈസ് ചെറിയ ചെടിയല്ല. നോക്കിയത് ഇത് നമുക്ക് ഈ ഒരു ചെടിയൊക്കെ ഒരു 150 ആ റേഞ്ചിലേക്ക് കൊടുക്കാൻ പറ്റും. എത്ര? ഇതുണ്ട് 150. ഓക്കെ ഓക്കെ. ഇതെല്ലാം ഗ്രാഫ്റ്റ് എല്ലാം പിടിച്ച് സെറ്റായ ചെടികളാണ്. ഇതോ. ഓക്കെ ഓക്കെ. ഗ്രാഫ്റ്റ് ഉണ്ട് അതിൻ്റെ. ഇതേതാ? ഇത് അമരപ്പള്ളി. ഇതാണോ? ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫ്റ്റ് ഒന്ന് ഇത്ര എത്തി. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് അതേ റേഞ്ചിൽ തന്നെ ഒരു 150 ആ റേഞ്ചിലേക്ക് കൊടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞില്ലേ കാലാപ്പത്തി ചിക്കു. അപ്പോൾ ചിക്കുല് കണ്ടില്ല, ഇതെല്ലാം ഫ്രൂട്ടുള്ള പ്ലാന്റ്സ് തന്നെ. ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ഈ ലൈനിൽ ഇതെല്ലാം കുറച്ചുകൂടെ അതിനെ വെച്ച് വലിയ പ്ലാന്റാണ്. ഇതിൻ്റെ എല്ലാം കുഴപ്പമില്ലാത്തൊരു സ്റ്റോക്ക് ഉണ്ട്. അടക്കാമര ഇത് ഇൻട്രസ്റ്റ് മംഗളോ?
ആ ഇൻഡസ്ട്രി മംഗള ഇതൊന്നാണ് കൊമേഴ്സ്യലായിട്ട് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ വെക്കണം അല്ലേ? അതെ അതെ, ഇതൊരു 2-2.5 കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കുന്ന. ഇതൊക്കെ എങ്ങനെയാണ് അത് ഹോൾസെയിൽ റേറ്റ് ഒക്കെ വരുന്നത്? ഒരു 40 രൂപ 60 രൂപ അത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഇതേതാ ചെന്തങ്ങ? ആ കുറ്റിയാടി. കുറ്റിയാടി എന്താ അതിൻ്റെ അകത്ത്? ഇത് തെച്ചിയാണ്, നമ്മൾ പറഞ്ഞില്ല തെച്ചി. അതിൻ്റെ ചെറിയ കവർ അല്ലേ? ആ ചെറിയ കവർ. ഇതിനെ നമ്മളിനി അടുത്ത കവറിലോട്ട് മാറ്റി. നിങ്ങൾ തന്നെ ഉണ്ടാക്കണം അവിടെ? ആ ഇത് നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഐറ്റംസ് നമുക്ക് പുറന്നു കൊണ്ടുവരും. ഇതിൻ്റെ ഒരു അടുത്ത സൈസാണ് ആ കാണുന്നത്. പിന്നെ അതിന് നമ്മൾ കവറിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് സെയിൽ ചെയ്യാം. പിന്നെ അത് നമ്മുടെ നമ്പേരോട്ടം യെല്ലോ വൈറ്റ്. ഇത് മോഹിൻ നഗർ. ആ ഓക്കെ, അടക്കാമരം. ആ ഇതൊരു 40 രൂപ സൈസിന് കൊടുക്കുക. മോഹിൻ നഗർ അല്ലേ? മോഹിൻ നഗർ. അവിടെ കുറച്ച് ഞാവലിരിക്കുന്നുണ്ട്. അതെ അതെ. ഇതേതാ സാധനം? ഇത് വാഷിംഗ്ടൺ ഓറഞ്ച്. വാഷിംഗ്ടൺ ഓറഞ്ച്. അതെ, അത് ശരി. അതിൻ്റെ നോക്കട്ടെ, ആ നല്ല വലിപ്പം വരുന്നുണ്ടല്ലേ? ഇത് പിന്നെ നമ്മുടെ ലോഗൻ്റെ സീഡ്ലിംഗ് ആണ്. ആ നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ലോഗണ്ട നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് ആർക്കാണെങ്കിലും ഇതെടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. സീഡ്ലിംഗ് ആണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു 50 രൂപ ആ റേഞ്ചിലും കൊടുക്കാം, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് പിന്നെ അവിടെ സ്റ്റാർ ഫുഡ് ഉണ്ട് കണ്ടോ? സ്റ്റാർ ബറോളി ജാമുള്ളേ? ഇത് ഞാവലുണ്ടോ? ആ ഇത് ഞാവൽ, ബറുള്ളി ഞാവൽ, ബറോളി ജാവുൾ. ഇത് കണ്ടോ? ഇത് സ്റ്റാർ ഫുഡ് നമുക്ക് പൂവായത് കണ്ടോ? ഇതെല്ലാം ഒരു നല്ല വലിയ പ്ലാന്റ്. അത് കാണിച്ചു തരാം, അതിലൂടെ തരാം. ഇതോടെ ഒന്ന് എടുത്തേ. ആണോ? പൂ മാത്രമേ ഉള്ളൂ. ഇത് കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് പറിക്കാം. ഇതുകൊണ്ടല്ലേ എത്ര ഇതെല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കുന്ന അല്ലേ? നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണ്, നല്ല ഹെൽത്തിയാണ്. അതെ, ഇതൊന്നും നമുക്ക് ഡാമേജ് ആകുമെന്നുള്ളൊരു ചിന്ത വേണ്ട. ഇവിടെ ബബ്ലൂസ് റെഡ്, പുറമാകും റെഡ് ആയിട്ടുള്ള ആ സംഭവം തന്നെ. ഇതൊക്കെ ഹോൾസെയിൽ ഉണ്ട് കേട്ടോ. ഹോൾസെയിൽ എല്ലാം ഹോൾസെയിൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഡെക്കപ്പൺ ഓറഞ്ച്. ഇത് റെഡ് ഐവറി. റെഡ് ഐവറി പ്ലാന്റ്സ് ഉണ്ട്. നല്ല നല്ല വലിയ പ്ലാന്റ്. ഇതിനകത്ത് നമുക്ക് ഒരു 4 അടിയൊക്കെ വരുന്ന സൈസുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ ഇതേപോലത്തെ സംഭവം അവൈലബിൾ ആണ്. ബ്ലാക്ക് കസ്തൂരിയ. കസ്തൂരി ബ്ലാക്ക്. ഇതിൻ്റെ വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നതാണ്. ഇനിയിപ്പോൾ അത് കവർ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. 2 ദിവസത്തിൽ അത് എത്തും. ഇതൊക്കെ മാവിൻ്റെ പലതരം സാധനങ്ങൾ. റെഡ് ഐവറി ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ കണ്ട അനാറുണ്ടല്ലോ, ആ കണ്ട അനാറിൻ്റെ അതിൻ്റെ ലെയറാണത്. അതിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിച്ച ചെടികളാണത്. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തത്? അതെ, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് തന്നെ. ഇതിൻ്റെ തൈകളുണ്ടല്ലേ, ഇത് നമ്മളിത് അടുത്ത പോട്ടിലോട്ട് കവറിലോട്ട് മാറ്റണം. കാരണം സൈസ് ആയി വരിക. അതിനപ്പോൾ അത്രയും ഇതായിട്ട് പോകുമ്പോൾ ലെങ്ത് ആയിട്ട് പോകുമ്പോൾ. പിന്നെ നമ്മുടെ റെഡ് ഐവറി മാംഗോ. റെഡ് ഐവറി ഇത് കണ്ടോ? നല്ല വലിയ പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. കണ്ടോ? ഇതൊക്കെ പറയുന്നത് നമുക്കൊരു 4 അടി എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്കിതിൽ ബെറ്റർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആദ്യം എടുത്തു പോവാം. മണ്ണുതിലും സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ ഇവിടെയും ഇതാണ് ഇവിടുത്തെ. ഇത് റെഡ് ഡയമണ്ടോ പേരാ? അതെ അതെ, ഇത് റെഡ് ഡയമണ്ട് തന്നെ. ഇതിലുണ്ട് എല്ലാം ഒരു 90% ഇതിൽ ഫ്രൂട്ട് ഉള്ളത് തന്നെയാണ്. ഇത് കായ ആയത് തന്നെയാണ്. അതിൻ്റെ പിക്ചേഴ്സ് ഉണ്ടോ? റെഡ് ഡയമണ്ട് ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. റെഡ് ഡയമണ്ട്, ബ്ലാക്ക് ഡയമണ്ട്, പിന്നെ അതുപോലെ റെഡ് ഡയമണ്ട് 1. ഇത് കുഴപ്പമില്ല. ഇത് ഒരു 200 റുപ്പീസ് ആ പ്രൈസിലൊക്കെ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് മൊത്തം പൂക്കളാണല്ലേ? നോക്കിയേ, ഇതിൽ നമുക്കൊരു 2000 മുകളിൽ സ്റ്റോക്ക് ഉണ്ട്. ഈ റെഡ് ഡയമണ്ട് മാത്രം. പൂവും കായും പൂവുള്ള തന്നെ. പിന്നെ ഇവിടെ കണ്ടോ? ഇതിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇപ്പോൾ ആക്ച്വലി ഇതൊരു 4 ലൈൻ ഉണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ ഇന്നലെ എടുത്ത് പോയതാ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ വെച്ച് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു പൂവും കായുള്ളതാണല്ലോ എടുത്തിട്ട് പോവുക. അങ്ങനെ എടുത്തിട്ട് പോയ ഒരു ഇതാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അതെ അതെ. ഇനിയിപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത അടുത്ത ഐറ്റംസ് എടുത്ത് വയ്ക്കും. അത് റെഡ് ഡയമണ്ട്, ഇത് റെഡ് നെല്ലി അല്ലേ? അതെ അതെ അതെ. നമ്മുടെ അംല, നമ്മുടെ നെല്ലിക്കയില്ലേ, റെഡ് അംല, അതിൻ്റെ ചോപ്പ്. അതെ അതെ, അതിൻ്റെ ഇതാണ് സംഭവം. ഒരു നല്ല ചുവന്ന കളറിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഔട്ടർ ലെയറൊക്കെ ഇരിക്കുക. ചുവന്ന കളറിലാണ് ഇതിൻ്റെ ഔട്ടർ ലെയറും കാര്യങ്ങളൊക്കെ ഇരിക്കുക. ഇതേതാ മാവ്? R22. അതെ അതെ, R22. ഇതിപ്പോൾ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാവാണത്. ഇതൊക്കെ ഒരു ഏകദേശം 2.5 അടി അല്ലേ? ഇതൊരു 2.5 അടി. പക്ഷേ എന്നാലും ഇത് കൊണ്ടുവന്ന് നമ്മളതിൻ്റെ നല്ല പരിപാലിച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഇതൊക്കെ നമുക്കൊരു 350 ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതെ, ഇവിടെയൊക്കെ മൊത്തം പുകയൻ വിലാസം കേട്ടോ. ഇതിങ്ങനെ ആയി വരുന്നുള്ളൂ. ഇതിലൊക്കെ ആയി വരുന്നുള്ളൂ. പൂന വൈറ്റ്, പിന്നെ ഇവിടെ ഡോക്ടർ റാവു,
റെഡ് വൈറ്റ്. ഇതിപ്പോ റെഡി ടു സെയിൽ ആണോ, കൊടുക്കാനുള്ളതാണോ? ഇതിൽ ഫ്ലവർ ആയിട്ടില്ല, ഫ്ലവർ ആയി വരുന്നു. ഫ്ലവർ ആയി കഴിഞ്ഞാൽ സെയിൽ ഔട്ട് ചെയ്യാം. ഇത് 7 ഇഞ്ച് പോട്ട് അല്ലേ? അതെ, ഇത് 7 ഇഞ്ച് പോട്ട്. 7 ഇഞ്ച് പോട്ടിന്റെ 10 ഇഞ്ച് 12 ഇഞ്ച് അപ്പുറം ഇരിപ്പുണ്ട്. പിന്നെ ഇത് ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ ഇതല്ലേ പൂന വൈറ്റ് അല്ലേ? പൂന വൈറ്റ്. ഇതിന്റെ വിലയൊക്കെ അതേ മുകളിലെ നമ്പർ ഉണ്ടായാലും ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അത് ബൊഗൈൻവില്ലയുടെ ഏതാ വെറൈറ്റി? അത് ഇതിന്റെ ഇത് നമുക്ക് ഇത് മിക്സ് ആയിട്ടുള്ള നോർമൽ വെറൈറ്റി തന്നെയാണ്. ഓക്കെ. പിന്നെ അവിടെ ഒരു ഓറഞ്ച്, ഇത് ബാരി സ്വീറ്റ് ഓറഞ്ച്. ആ ശരി, ബാരി 1 അല്ല, ബാരി സ്വീറ്റ് ഓറഞ്ച്. ബാരി 1 ഉണ്ട്, അത് അപ്പുറം ഉണ്ട്. അത് ശരി, ബാരി സ്വീറ്റ് ഓറഞ്ച്. ഇതൊക്കെ ചെറിയ, ഈ ബൊഗൈൻവില്ലാസ് ഒക്കെ ചെറിയ പ്രൈസ് അല്ലേ വരുള്ളൂ? ഇത് നമുക്ക് പറഞ്ഞില്ലേ, റീറ്റെയിലും ഹോൾസെയിലും പ്രൈസ് ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. പിന്നെ ബൊഗൈൻവില്ല എല്ലാത്തിനും വേറെ വേറെ വില. അതെ അതെ, ഓരോ പ്ലാന്റ്സിനും. ഇതിൽ പറഞ്ഞില്ല, ഇത് നമുക്ക് ഒരു ഐറ്റം തന്നെയാണ്. ഇതെല്ലാം ഒരു ഐറ്റം തന്നെയാണ്. ആ കാണുന്നില്ലേ, അതെല്ലാം നമുക്ക് ആ ഒരു ഡോക്ടർ ആവുമെന്ന് പറഞ്ഞൊരു ഐറ്റം തന്നെയാണ്. അതേപോലെ ഇവിടെ കാണുന്നത് നമുക്ക് ഇതെല്ലാം പൂന വൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ഓരോ ഐറ്റംസും ഓരോരോ ഏരിയ ആക്കിയിട്ട് നമ്മൾ ചെയ്തു വരുവാണ്. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞില്ല, ഇവിടെ ഒരു ആകുള്ള ഒരു 5 ഐറ്റം മാത്രമാണ്. പിന്നെ അടുത്ത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. തിമ്മ. ഇതിന്റെ കണ്ടോ, ഇതിലൊരു ലീഫ് വന്നിട്ട് ഒരു ഇങ്ങനെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതിലും വെരിഗേറ്റഡ് തന്നെയാണ്, പക്ഷെ അതിന്റെ ഒരു നല്ല ഭംഗിയാണ് അതിന്റെ. ഈ മാവുകളെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് വിടണ്ട, ഇങ്ങനെ ബുഷായിട്ട് ഇത് ഇവിടെ പ്രൂൺ ചെയ്ത്, കാരണം ഇവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്ക് വേണ്ടി പിന്നെ ഓരോ വർഷവും അത് പ്രൂൺ ചെയ്യും. ഇപ്പൊ നമ്മൾ പ്രൂൺ ചെയ്ത് വളമൊക്കെ ഇട്ട് ഇപ്പൊ ഇനി അടുത്തൊരു പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഒരു ഗാർഡന്റെ പേരല്ലേ? അതെ, MM പ്ലാന്റ്സ് മീൻസ് മുതലമട മാംഗോ പ്ലാന്റ്സ്. മുതലമട മാംഗോ പ്ലാന്റ്സ്. ഓക്കെ. നമ്പർ മുകളിലുണ്ട്, പിന്നെ നമ്പർ ഞാൻ ഇതിലും കാണിക്കട്ടെ. ഈ റോഡ് ഒന്ന് കറക്റ്റ് പറഞ്ഞേ. ഇത് നമ്മൾ കാമ്പ്രശള്ളയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് പോകുന്ന ഒരു വഴിയാണത്. ഓ ശരി, തമിഴ്നാട് ബോർഡർ ആയപ്പോ? അതെ, ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഓ ശരി ശരി. ഇവിടെ തന്നെയാണ്, നമുക്ക് അടുത്ത് തന്നെയാണ് ചുള്ളിയാർ ഡാം. പിന്നെ കൊല്ലംകോട് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് പാടങ്ങളൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു. ഇത് 12 ഏക്കർ സ്ഥലം അല്ലേ? അതെ, ഇത് 12 ഏക്കർ. അതിന് കുറച്ച് ബൊഗൈൻവില്ലാസ് ഉണ്ട് കേട്ടോ. അതെ, ബൊഗൈൻവില്ലാസ് നമ്മൾ, അതായത് 10 ഇഞ്ച് അല്ലേ? 10 ഇഞ്ച് 12 ഇഞ്ച്. അത് 10 ഇഞ്ച്, ഇത് 14 ഇഞ്ച്. ഇതിൽ വെറൈറ്റീസ് ഏതൊക്കെയാണ്? ഇതിൽ വെറൈറ്റീസ് എല്ലാം ഇത് പറഞ്ഞില്ല. ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ ബിജു, ഇത് ഫാർമോസ വെറൈറ്റി ഒക്കെ പറഞ്ഞേ. ഇത് ആ മൈക്കാണ്ട് കൊടുക്കും. പറഞ്ഞോ. ഇത് ഫാർമോസ. പിന്നെ ഏതൊക്കെയാണ്? അടർണ. ഇത് ബ്രിസ റെഡ്. അർജുന. ഏറ്റവും വരെ ഉണ്ടല്ലോ അല്ലേ? അതൊക്കെ ചെറിയ ചട്ടിയാ? ചെറുത് 7 ഇഞ്ച്. 7 ഇഞ്ച് ഉണ്ട്, 10 ഇഞ്ച് ഉണ്ട്, 12 ഇഞ്ച് ഉണ്ട്. ഇത് അർജുന അല്ലേ? അർജുന. ഇതാ ഇത് ബ്ലൂബെറീസ്. ഇത് ബട്ടർ കപ്പ്. ഏത്? ഇത് ബട്ടർ കപ്പ് നല്ല ഡിമാൻഡുള്ള ഒരു ചെടിയാണത്. പോട്ട് സൈസ് എത്ര? ഇത് 14 ഇഞ്ച്. ഓക്കെ. ഇത് 10 ദിവസം കഴിഞ്ഞാൽ ഫുള്ള് ബ്രിസ റെഡ്. ശരി ശരി. ഇനി ഇത് ഗോൾഡൻ റാവു. ഇതൊക്കെ പുതിയ 2ാമത്തെ ഫ്ലവർ ആവണതാ. ഈ മാവ് കിങ് ഓഫ് ചക്കാപ്പത്തല്ലേ? ഇതൊരു പ്രൂൺ ചെയ്ത് വെച്ചേക്കണത്. വാട്ടർമെലൻ കിസ് അല്ലേ? ഓക്കെ. ഇത് നമ്മളെ ഹോൾസെയിൽ ആണ് മെയിനായിട്ട് ഇതൊക്കെ ഉദ്ദേശിക്കണം അല്ലേ? ഫ്ലവർ ആയിട്ടില്ല, ഫ്ലവർ ആയിട്ട് നമുക്ക് കൊടുക്കുള്ളൂ. അത് കാരണം എന്നാലും വിലയും കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ആൾക്കാർക്ക് കാണുമ്പോൾ അത്ര ദൂരദൃഷ്ടമൊന്നുമില്ല. പിന്നെ ഫ്രൂട്ട്സിന്റെ സമയമല്ലാത്തതുകൊണ്ട് അധികം ഫ്രൂട്ട്സ് പ്ലാൻ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. ബൊഗൈൻവില്ലിന്റെ സമയമല്ല, രണ്ടിന്റെ സമയമല്ല അല്ലേ? അപ്പോൾ അതൊരു മാസം കൂടി പിടിക്കും. ഇതൊക്കെ റൂബിയാനയുടെ ചെറുകവറ നമ്മളുണ്ടാകുമ്പോൾ പ്രൊഡക്ഷൻ. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കണം അല്ലേ? റൂബിയാന, സമജന്ത. ഇത് അപ്പടി പൂനാവായിട്ട്. ഇത് ചില്ലി ഓറഞ്ച്. അതിൻ്റെ എല്ലാം അത് റൂബി റെഡ് അതായിരിക്കും ഇത് അല്ലേ? ഓക്കെ. പൊട്ടി മിക്സ് എന്താ ചേർക്കണതിൽ? ചകിരിച്ചോറ്, കോഴി വളരുണ്ട്, അതിനുള്ള അവിടെ പോട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇതൊക്കെ 7 ഇഞ്ച് ചട്ടിയല്ലേ? ഇതൊക്കെ 7 ഇഞ്ച്. ഇനി ഇവിടെ ഒരു ഏരിയ ഉണ്ടല്ലേ? ഇത് ഫ്ലൈം റെഡ്, റൂബി റെഡ് മാത്രം. അത് മൊത്തം. ഓക്കെ. അത് നമ്മളെ മോളിൽ നിന്ന് കണ്ടല്ലേ? പിന്നെ അങ്ങോട്ടുണ്ട്. ഇവിടെ ഉണ്ട്. ഇതെല്ലാം ബൊഗൈൻവില്ല അല്ലേ? ഇത് ചില്ലി യെല്ലോ. ഇത് ഇപ്പൊ ഇതിന് പോളി ഹൗസ് വേണ്ടല്ലേ? വേറെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറക്കി മാറ്റി നിറച്ചിട്ടുള്ള. അതിനൊരു 1 മാസം കഷ്ടിപ്പിടിച്ച് ഇതൊക്കെ ഫ്ലവറും. അതിന് പിന്നെ മറ്റേതാവും. തായ് ഓറഞ്ച്. ഇത് ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടി. ഇപ്പോൾ കണ്ടില്ല അങ്ങനെയൊക്കെ. ഇത് കൂടുതൽ അകത്തായി കാരണം പോളിഹൗസിൻ്റെ അടുത്തായി കാരണം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പവർ കളർ കൂടുതൽ. ഈ ബട്ടർ നിങ്ങൾ ചെയ്യണ? അതെ. പിന്നെ ഇത് കോറൽ
മസൂരി മസൂരി. ഇതൊക്കെ ബൊഗൈൻവില്ല ഉണ്ടോ? ആ വെറൈറ്റികളാണ് പുതിയത്. ഫോക്സ്റ്റൈലിയല്ലോ ഇതിപ്പോൾ മഴ ഉള്ളതിനെ ഇറക്കാണ്ടിരിക്കണതാ. ഈ ഇതെന്നാണ് 21 ജുവൽ അല്ലേ? പിന്നെ ഇനി പുറത്ത് ഇനി അടിയിലേക്കില്ലേ ഒരു സെക്ഷൻ? ആ ഉണ്ട്, എവിടെയൊക്കെ നിർത്തി വെച്ചേക്കാം. ഇതൊക്കെ ബൊഗൈൻവില്ല ഉണ്ടോ? കവർ ചെയ്യുന്ന ബോട്ടിലോട്ടാക്കണം അവർ. ഈ ഗാർഡൻ്റെ അടിയിലൊരു ഭാഗം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിക്കേ പോകാൻ പറ്റുള്ളൂ. വണ്ടിയായിട്ട് ജംഷിദ് വരുന്നുണ്ട്. ഇത് അങ്ങോട്ട് പോകണം നമുക്ക്. ആ ഒരു മല കണ്ട, അതിൻ്റെ അപ്പുറത്ത് നെല്ലിയാമ്പതി ആണ്. നല്ല രസമുള്ള സ്ഥലമാണത്. പോവാം കേട്ടോ. അപ്പോൾ നമ്മളിനി നമ്മൾ ബോഗൻവില്ല പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ കണ്ടതൊന്നും അല്ല അല്ലേ? അല്ല, അവിടെയാണ് ഇപ്പോൾ മദർ പ്ലാന്റ്സ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം ഇനിയിപ്പോൾ അടുത്ത മാസം 1 മാസത്തിനകത്തോടെ എല്ലാം ബോഗൻവില്ലാസ് ആവും. ഈ MP സ്ഥലങ്ങളെല്ലാം. മാവ് കുറേ ഉണ്ടല്ലേ അതിൻ്റെ അകത്ത്? മാവുണ്ട്. മാവിൽ ഒരുപാട് ഒരു 16 വെറൈറ്റീസോടെ മാവുണ്ട്. നമ്മുടെ അവിടുത്തെ നാടൻ വെറൈറ്റീസ്. പിന്നെ അതുകൂടാതെ ബോഗൻവില്ലാസിൻ്റെയും മദർ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ മറ്റുള്ള കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട്. ഇവിടെ എന്താ പണി നടക്കണത്? ഇവിടെ ഇവിടെ ഒരു ഫാം സ്റ്റേയുടെ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഇൻഡിവിജ്വലായിട്ട് പൂൾ വില്ലാസാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു 3 ബെഡ്റൂം പൂൾ വില്ലയാണ്. 3 ഇൻഡിവിജ്വൽ റൂം വരും. ഒരു ടീംസ്, ഒരു 3 ഫാമിലി അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവർക്ക് താമസിക്കാം ഒരു കോമ്പൗണ്ടിനകത്ത്. പിന്നെ ഒരു പൂള്, അതിൻ്റെ ഫ്രണ്ടിലൊരു ഇൻഫിനിറ്റി പൂള്, അങ്ങനെയെല്ലാം. ഇതേപോലെ ഒരു 4-5 ഏരിയാസോടെ വരും. ഒരു 4-5 പെർ ഡേ റെന്റ് അല്ലേ? അതെ, പെർ ഡേ. ഇപ്പോൾ മുകളിലുള്ള അവിടെ തന്നെ നമുക്കിപ്പോൾ ഏകദേശം ഒരു ആഴ്ചയിലൊരു 4 ദിവസമൊക്കെ ബുക്കിംഗ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട്, അപ്പോൾ ഈ നമുക്ക് വരുന്ന പ്ലാന്റ്സ് വാങ്ങാൻ വരുന്ന ദൂരത്ത് നിന്ന് വരുന്ന ഇപ്പോൾ നഴ്സറി ഓണേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇവിടെ വന്നാൽ ഈ മണ്ണൂത്തി പോലെ അല്ലല്ലോ, അവിടെ നിന്ന് കുറച്ചുകൂടെ ഒരു ദൂരം വരാനുണ്ട്. അപ്പോൾ അവർക്ക് വന്ന് താമസിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിങ്ങനെ ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല. അവർക്ക് ഇവിടെ വന്ന് ഫാമിലി ആയിട്ടും വരാറുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ്. അപ്പോൾ അവരോട് ഫാമിലി ആയിട്ട് വരും. അവർക്ക് ഇവിടെ അടുത്ത് കൊല്ലംകോട്, പിന്നെ ഈ ആനമല, ഈ പരിസരങ്ങളിലെല്ലാം പോവാം. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നമുക്ക് താമസിക്കാം. ഇവിടെ നമ്മൾ മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം പൂൾ വില്ലയാണ്. അപ്പോൾ അവർക്കൊരു പുതിയൊരു നാച്ചുറലായിട്ടുള്ളൊരു വൈബെല്ലാം അവിടെ ആസ്വദിക്കുക. പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ ലേബേഴ്സ് ഷെഡാണ്. പിന്നെ അവിടെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. അവിടെ ഉണ്ട്, ഓർഗാനിക്കായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പ്രൊഡക്റ്റാണ്. അത് നമുക്കവിടെ നമ്മുടെ മണ്ണൂത്തിയിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ബോഗൻവില്ലയുടെ പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. പോളി ഹൗസ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കണമല്ലേ? പോളി ഹൗസ് ഓൾറെഡി നമുക്കുണ്ട്. ഒരു 3 ലക്ഷം മുകളിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന പോളി ഹൗസ് ഉണ്ട്. ഇതിപ്പോൾ കുറച്ചൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് എല്ലാം ഒന്ന് കെയർ ചെയ്യാനായിട്ട് അതിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നതാണ്. കാരണം അത് പുറത്തിറക്കിയിട്ട് പോട്ട് ചെയ്ത് പുറത്തിറക്കേണ്ട സമയമായി ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് എല്ലാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് അങ്ങോട്ട് തുടങ്ങുന്നത് ബോഗൻവില്ലയുടെ പ്രൊഡക്ഷൻ. ഇവിടെ കുറേ ഉണ്ടല്ലോ. എത്ര ഉണ്ടത്? ഇതിവിടെ 8 പോളി ഹൗസ് അവിടെ ഉള്ളത്. മൊത്തം ഉള്ളത് 19 പോളി ഹൗസാണ് ഉള്ളത് ഇവിടെ മുകളിലായിട്ട്. ഇതിലാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് നോക്കാം. ആയിക്കൊണ്ടിരിക്കുന്നു. വേറെ ഇതിലിപ്പോൾ ജസ്റ്റ് ഇതിപ്പോൾ നിറച്ച് പിന്നെ ബുഷായ ഫ്ലവേഴ്സ് എല്ലാം അവിടെ ഉണ്ട്. ഇതിപ്പോൾ ലാസ്റ്റ് നമ്മളിപ്പോൾ അടുത്ത് കുത്തിയതാ. ഇതിൽ കാണുന്നത് ഏകദേശം ഒരു 2-3 ലക്ഷം പ്ലാന്റ്സ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അതെ, ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേറെ അടുത്ത് റെഡിയാവും. കുറേ ലോക്കൽ വെറൈറ്റീസും പിന്നെ എല്ലാം മിക്സ് ആയിട്ടുള്ളതെല്ലാം ഉണ്ട്. കൊച്ചു ചെടിയിൽ തന്നെ ഫ്ലവർ ആയി തുടങ്ങിയില്ലേ? അതെ അതെ. ഇത് പുറത്ത് വെക്കണത് നന്നായിട്ടുണ്ടാവും അല്ലേ ഫ്ലവർ? ഇനി ഇത് നമുക്ക് പുറത്താക്കും. ഈ ഉള്ള ഫ്ലവേഴ്സിനെ ഈ ചെടികളെടുത്ത് പുറത്തെടുത്തിട്ട് പിന്നെ ഇതിന് നമ്മൾ പോട്ടിലോട്ട് മാറ്റി. ഇപ്പോൾ അവിടെ മുകളിൽ കണ്ടില്ലേ? അപ്പോൾ ഇത് നമുക്ക് തിരഞ്ഞെടുത്തണം. അങ്ങനെയുള്ള ചെടികളൊന്നും തിരഞ്ഞെടുത്തണം. ഇനി ഇത് പുറത്ത് വെച്ച് പോട്ടാക്കിയിട്ട് ഇതെല്ലാം പുകയിൽ അത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കുറച്ച് നമുക്ക് ഉള്ളതിൽ വലിയ ചെടികളായിരിക്കും. ഇതിനെയാണ് നമ്മൾ മൾട്ടിഗ്രാഫ്റ്റിന് ഉപയോഗിക്കുക. ഇതിലിപ്പോൾ ഒരു 2-3 കമ്പ് വരുമ്പോൾ അതിൽ നമ്മൾ ഓരോ കളേഴ്സ് വെച്ച് വെറൈറ്റി കളേഴ്സ് വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഇനി അടുത്ത് കുത്താനുള്ളതാണ്. ഇതിൽ 8 കൂടുതലാണ് തന്നെ. ലാസ്റ്റ് പോയാൽ നമുക്ക് അറിയാം. അത് കവർ ചെയ്തിട്ടില്ല, കവർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് സംഭവം ചെറുതുനിന്ന് വലുതിലോട്ടാകുന്നത്. ഇതിലുണ്ട്, ഇതിൽ ലോക്കൽ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അവിടെ പൂന വൈറ്റ്, ഇതെല്ലാം ആ സൈഡ് പൂന വൈറ്റ്. പിന്നെ ഇത് ഈ ബ്രിസ മജന്ത എന്ന് പറയുന്ന ഐറ്റം. പിന്നെ ലോക്കൽ വെറൈറ്റീസ് ഉണ്ട്. ചില്ലി റെഡ്, ചില്ലി ഐസി. അത് പൂന വൈറ്റ് ആയിരിക്കണം. അതെ അതെ, ഫ്ലവർ ആയിട്ടുള്ള പൂന വൈറ്റ്. അത്
പിന്നെ മുകളിൽ കണ്ടില്ലേ, ആ അപ്പോൾ അത് മാത്രമല്ല ഇവിടെ ഇതിൻ്റെയും ഇത്ര ഒരു ശേഖരമുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ബോഗൻവില്ലാസിന് ഒരു ഹോൾസെയിലായിട്ടുള്ള ഒരു സെയിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.